കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവമോരാപ്പകൾ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ വേഗത്തിൽ പ്രതിക്രിയ നടത്തിച്ചു. നിലവിളിക്കുന്ന വൃതന്മാർക്ക് വേണ്ടി വേഗത്തിൽ എഴുന്നേറ്റ് വരുന്ന ദൈവം, എളിയവരുടെ പീഡയും ദീർഘമായ ശ്വാസവും നിമിത്തം എഴുന്നേൽക്കുന്ന ദൈവമാണ്. കണ്ണുനീര് കാണുമ്പോൾ മനസ്സലിയുന്ന ദൈവം, കണ്ണുനീര് തുടയ്ക്കുന്നവൻ, ആശ്ലേഷിക്കുന്നവൻ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാണ്, നിന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും എന്ന് പറഞ്ഞ ദൈവശബ്ദം ഇന്നും മുഴങ്ങുകയാണ്. ശക്തിയില്ലാത്തവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ ദൈവം ബാല്യക്കാർ ക്ഷണിച്ചു പോകുമ്പോൾ, യൗവനക്കാൾ ഇടറി വീഴുമ്പോൾ യഹോവയെ കാത്തിരിക്കുന്നവരാണ് ശക്തിയെ പുതുക്കുന്നത്. കാത്തിരിക്കുന്നവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കും. അവർക്ക് ദൈവം കരുത്ത് നൽകും. ഉയരത്തിലെ ശക്തി ദിവസങ്ങൾ പ്രാപിക്കാൻ നമുക്ക് അവിടുത്തെ മുമ്പാകെ ഒന്നിരിക്കാം. പൗലോസ് പറയുന്നത് പോലെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും. സകലത്തിലും മതിയാകുന്ന ഒരഭിഷേകം നമ്മുടെ അകത്ത് ഇന്ന് പ്രഭാതത്തിൽ വ്യാപരിക്കട്ടെ. എല്ലാത്തെ ഓവർകം ചെയ്യുന്ന, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി, ആ ദൈവകൃപ ഇന്ന് നമ്മുടെ അകത്ത് വ്യാപരിക്കട്ടെ. ധൈര്യത്തോടെ നമുക്ക് മുമ്പോട്ട് പോകണം. ഈ ദൈവം എന്ന് വന്നേക്ക് നമ്മുടെ ദൈവമാണ്. ജീവപര്യന്തം നമ്മെ വഴി നടത്താൻ ശക്തനാണ്. എങ്കിലെ സന്തോഷം എന്നും നമ്മുടെ ബലമാവണം. ഈ ദൈവത്തെ പോലെ വലിയൊരു ദൈവമില്ല. സഹോദരങ്ങളെ, നമ്മുടെ ദൈവം മാത്രമാണ് ജീവനുള്ള ദൈവം, ജീവിപ്പിക്കുന്ന ദൈവം. അവിടെ നമ്മുടെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് നമ്മൾ കുലുങ്ങിപ്പോകയില്ല. എപ്പോഴും പറയണം, ദൈവം എൻ്റെ വലത്തുഭാഗത്തുണ്ട്, അതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല, എൻ്റെ മനസ്സ് ക്ഷണിക്കുകയില്ല, ഞാൻ തളർന്നു പോകുകയില്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ തന്നെ ജീവിക്കുമെന്ന് എന്നും പ്രഖ്യാപിക്കാൻ, എന്നും വിളിച്ചു പറയാൻ നമുക്ക് തയ്യാറാവാം. നമ്മുടെ കരുത്തിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ടെന്ന് എപ്പോഴും ഓർക്കണം. ഇട്ടേച്ചു പോകുന്നവനല്ല, കഴിവില്ലാത്തവനല്ല. നമ്മുടെ കരുത്തിൽ പിടിച്ചത് സർവശക്തിയുള്ള ദൈവം, സൃഷ്ടിതാവായ ദൈവം, സൗഖ്യമാക്കുന്ന ദൈവം, സഹായിക്കുന്ന ദൈവം നമ്മുടെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. 3-ാം സങ്കീർത്തനം അതിന്റെ 3-ാമത് വാക്യം, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകും. ഈ വചനം നമ്മൾ വീണ്ടും ചിന്തിക്കുന്നത് ദൈവാത്മ നിയോഗത്തോടുകൂടെയാണ്. ദാവീദ് രചിച്ച സങ്കീർത്തനമാണ്. തന്റെ മകനായ അബ്ശാലോം തന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ താൻ ചമച്ച സങ്കീർത്തനമാണ് 3-ാമത് സങ്കീർത്തനം. തന്റെ മകനായ അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. സ്വന്തം രക്തം തനിക്കെതിരായത്. അതാണ് ഏറ്റവും വലിയ വേദന. അകത്ത് നിന്ന് വരുന്ന യുദ്ധമാണ് ഏറ്റവും വലുത്. അത് തന്നെ വല്ലാതെ പിടിച്ചുലച്ചു. താൻ തകർന്നു പോകുന്ന നിമിഷം, തളർന്നു പോകുന്ന നിമിഷം. അത് മാത്രമല്ല, തന്നോട് എതിർത്ത് നിൽക്കുന്നവർ അനേകരാകും. ഒരു കൂട്ടം കൂടി തനിക്കെതിരെ നിൽക്കുന്ന വലിയ സമൂഹം. അവര് പറയുകയാണ്, ഇനിയും ദാവീദിനൊരു തിരിച്ചുവരവില്ല,
ദൈവത്തിങ്കൽ പോലും രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ദൈവം കൈവിട്ടെന്നവർ. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവം പോലും രക്ഷിക്കാൻ വരത്തില്ല, ദൈവത്തിങ്കൽ രക്ഷയില്ല, ദൈവം തള്ളിക്കളഞ്ഞു എന്ന് പറയുന്ന ഒരു സമൂഹം. താൻ അനുഭവിച്ച വേദന അത്ര ആഴമാണെങ്കിലും സഹോദരങ്ങളെ, ദാവീദ് നിരാശപ്പെട്ടില്ല, ദാവീദ് തകർന്നു പോയില്ല. ദാവീദ് പറയുകയാണ്, ഇതിന്റെ നടുവിലും നീയോ യഹോവേ എനിക്ക് ചുറ്റും എപ്പോഴാ? വൈരികൾ അനേകമാണ്, ആയിരം ശക്തികൾ തനിക്കെതിരെ നിൽക്കുകയാണ്, കൂട്ടുകെട്ടുകളുണ്ട്, എല്ലാ സൈഡിലും തനിക്കെതിരെ ആക്രമണം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നീയോ യഹോവേ എനിക്ക് ചുറ്റും, എന്റെ എല്ലാ സൈഡിലും എനിക്കൊരു പരിചയമുണ്ട്. അകത്ത് നിന്ന് ആക്രമണം വന്നാലും പുറത്ത് നിന്ന് ആക്രമണം വന്നാലും വൈരികൾ പെരുകിയാലും ഞാൻ ഭയപ്പെടത്തില്ല, എനിക്ക് ചുറ്റും ദൈവം പരിചയം. ഒന്ന് പറ സഹോദരങ്ങളെ, നമ്മൾ പല വെല്ലുവിളികളും കണ്ട, പ്രതികൂലങ്ങളുടെ കാറ്റുകൾ കണ്ട, നിരാശപ്പെട്ട, തളർന്നും ക്ഷീണിച്ചും ഇരിക്കുമ്പോൾ വചനത്തിലൊന്ന് ശരണം പ്രാപിച്ചിട്ട് പറ, കർത്താവേ നീയോ എനിക്ക് ചുറ്റും പരിചയമാണ്, നീയോ എനിക്ക് ചുറ്റും പരിചയമാണ്, നീയോ എനിക്ക് ചുറ്റും പരിചയമാണ്. അടുത്ത് നോക്കൂ, എന്റെ മഹത്വമാണ്, എന്റെ മഹത്വമാണ് നീ, എന്റെ മഹത്വമാണ് നീ. സ്തോത്രം. എനിക്ക് മഹത്വം വരുന്നത് സ്വർഗത്തിൽ നിന്നാണ്, എന്റെ അവസ്ഥകൾ വ്യത്യാസം വരുത്തുന്ന ഉയരത്തിൽ നിന്നാണ്. ദൈവമാണ് എന്റെ മഹത്വം. ഹല്ലേലൂയ. അടുത്ത് നോക്കൂ, എന്റെ തല ഉയർത്തുന്നവനും നീ. ഇനി തല ഉയരത്തില്ലെന്നും തിരിച്ചു വരവില്ലെന്നും നിന്റെ അധികാരം നിനക്ക് കിട്ടത്തില്ലെന്നും നിന്റെ സ്ഥാനത്തേക്ക് ഇനി ഒരിക്കലും ആര് നോക്കിയാലും മടങ്ങി വരാൻ കഴിയത്തില്ലെന്നും ഒക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുമ്പോൾ തല കുനിക്കപ്പെടത്തില്ല, എന്റെ തല ഉയർത്തിപ്പിടിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അതിന്റെ അർത്ഥം എന്നെ ലജ്ജിപ്പിക്കാത്ത ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ഏതൊക്കെ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയാലും പദ്ധതി മെനഞ്ഞാലും തിരിച്ചു വരുത്തത്തില്ലെന്ന് പറഞ്ഞാലും ഇവിടം കൊണ്ട് തീർന്നെന്ന് പറഞ്ഞാലും ഇല്ല, എന്റെ തലയെ ഉയർത്തിപ്പിടിപ്പിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ടാണ് ദാവീദ് 34-ാം സങ്കീർത്തനം പറയുന്നത്, ഓവേ അങ്ങാരാന്ന് എനിക്കറിയാം, അങ്ങയുടെ മുഖത്തേക്കാണ് ഞാൻ നോക്കിയത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചില്ല. തലതാഴ്ത്തി 25-ലും ദാവീദ്, യഹോവേ നിങ്ങളിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു, എന്റെ ദൈവമേ അങ്ങിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുത് എന്ന് പറഞ്ഞതുപോലെ ഇന്ന് പകലിലും ലജ്ജിപ്പിക്കാത്ത ഒരു ദൈവം, തല ഉയർത്തിപ്പിടിപ്പിക്കുന്ന ഒരു ദൈവം, ശത്രു മുമ്പാകെ മേശ ഒരുക്കുന്ന ദൈവം, ഇനി രക്ഷപ്പെടത്തില്ലെന്ന് പറയുന്നവരുടെ മുമ്പാകെ നമ്മളെ സ്ഥിരതയോടെ നിർത്തുന്ന ദൈവം, സ്ഥിരമായി നിന്ന് ദൈവം നൽകുന്ന രക്ഷ ദാവീദ് കണ്ടില്ലേ? ദാവീദിനെ ദൈവം തിരിച്ചു വരുത്തിയില്ലേ? ശത്രുക്കൾ അത് കണ്ടില്ലേ? കഴിഞ്ഞ നാളുകൾ പൊഴിമണ്ണ് വാരിയിട്ട് നീജ പോ എന്ന് പറഞ്ഞവർ ദാവീദിന്റെ തിരിച്ചുവരവ് കണ്ടില്ലേ? സഹോദരങ്ങളെ, ഇന്ന് പകലിലും ദൈവത്തിന്റെ വചനത്തിലൂടെ വിളിച്ചു പറയാനുള്ളത്, ഇനിയും നിനക്ക് രക്ഷയില്ല, നിന്റെ കുടുംബം രക്ഷപ്പെടത്തില്ല, എഴുന്നേൽക്കുന്നത് കാണട്ടെ എന്ന് പറയുന്നവർ കാണുക, തല ഉയർത്തിപ്പിടിപ്പിക്കുന്ന അതിമഹത്തായ പ്രതിഫലവുമായി ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുക. അബ്രഹാം പറയുന്നത് അങ്ങനെയാണ്, എന്റെ അതിമഹത്തായ പ്രതിഫലം എന്റെ ദൈവം. സ്തോത്രം. അബ്രഹാമിന്റെ ദൈവം പറയുക, അബ്രഹാമേ ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാ, അതുകൊണ്ട് നീ ഭയപ്പെടണ്ട, നീ നിരാശപ്പെടണ്ട, ലോകത്തിന്റെ അവകാശങ്ങൾ കിട്ടിയില്ലെങ്കിലും ഞാനാ നിന്റെ അതിമഹത്തായ പ്രതിഫലം. സ്തോത്രം. അങ്ങനെയെങ്കിൽ ധൈര്യത്തോടെ എന്റെ ജനം മുമ്പോട്ട് നീങ്ങട്ടെ, ദൈവശക്തി ഏറ്റെടുക്കട്ടെ. ദൈവാത്മാവ് പറയുന്നു, ധൈര്യത്തോടെ സ്റ്റെപ്പുകൾ എടുക്കട്ടെ. മനുഷ്യരുടെ വാക്കുകൾ കേട്ട് നിരാശപ്പെടാതെ
രക്ഷ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. എന്നെ രക്ഷിക്കുന്നവൻ, എന്നെ വിടുവിക്കുന്നവൻ, എന്നെ സൗഖ്യമാക്കുന്നവൻ, എന്നെ താങ്ങുന്നവൻ എന്റെ കൂടെയുണ്ട്. എന്റെ തല ഉയർത്തിപ്പിടിപ്പിക്കുന്നവനെ ഞാൻ സേവിക്കുന്നത്. എല്ലാവരും സ്തോത്രം ചെയ്താട്ട. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗത്തിലും ഭൂമിയിലും സകലവിധ അധികാരവും ലഭിച്ച വാഴ്ത്തപ്പെട്ട കർത്താവേ, അങ്ങയുടെ കരുത്തിന്റെ വല്ലഭത്വം ഇന്ന് പകൽ വെളിപ്പെടുന്നതിന് സ്തോത്രം. സാധ്യങ്ങൾ സാധ്യമാകുന്നതിന് സ്തോത്രം. ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ വെളിപ്പെട്ട് വന്നതിന് സ്തോത്രം. ചുറ്റും പരിചയായി അനേകായിരങ്ങൾ ഞങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ സൈഡിലും പരിചയായി പലകയായി അങ്ങ് എഴുന്നേറ്റ് വന്നിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ തല കുനിക്കപ്പെടാൻ അനുവദിക്കാത്ത ദൈവം, പറമേൽ നിർത്തുന്ന ദൈവം ഇന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിന് സ്തോത്രം. ഈ ബലത്തോടെ ദൈവം ഞങ്ങളെ നയിക്കും. സകലമഹത്വം യേശുവിൻ നാമം തന്നെ. ആമേൻ. ക്രിസ്തുവിൻ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ ബലത്തോടെ ദൈവകൃപയുടെ മുമ്പോട്ട് പോകൂ. കർത്താവിന്റെ ഒരു സഹായിക്കട്ടെ. ക്രിസ്തേശുവിൻ നിങ്ങളുടെ സഹോദരൻ പ്രശ്നിച്ചു മാറ്റും.